അപ്പോൾ നമ്മൾ ഇന്ന് 30 ഡേ ചലഞ്ച് ഡേ 4 ആണ്. അപ്പോൾ നമുക്ക് ഒരു കാപ്പി കുടിച്ചിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഷുഗർ ആഡ് ചെയ്യാത്തൊരു കാപ്പി കുടിച്ചാണ് നമ്മൾ വർക്കൗട്ട് എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് കുടിച്ചതിന് നമ്മൾ ഒരു കുപ്പി വെള്ളം കൂടി കുടിക്കും. അപ്പോൾ ഓക്കെ, ഇന്നലത്തെ കണക്ക് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ലേറ്റ് ആയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അത്യാവശ്യം നല്ല മഴ ഉണ്ടായത്. മഴ തോന്നിയതിന് ശേഷമാണ് നമ്മൾ ആ വർക്കൗട്ട് ചെയ്യാൻ ഇറങ്ങുന്നത്. അത് നമുക്ക് പതുക്കെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് വെച്ചാൽ 30 മിനിറ്റ്സ് റണ്ണിങ് ആണ്. അപ്പോൾ നമുക്ക് ഫുൾ ബോഡി സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ട്രെച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മളെ മസിൽസ് എല്ലാം നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് കൂടുതലാണ് ഗൈസ്. പിന്നെ സ്ട്രെച്ചിങ് കഴിഞ്ഞ് നമ്മൾ റണ്ണിങ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പം രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, നല്ല മഴയും ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. 20 മിനിറ്റ്സും കൂടി പിന്നെ നമുക്ക് 10 മിനിറ്റ് കൂടി റണ്ണിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ തണുപ്പുണ്ടെങ്കിലും ഇപ്പം നമ്മളെ ബോഡി അത്യാവശ്യം ഹീറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. ഗൈസ്, ഇന്നത്തെ 30 മിനിറ്റ്സ് റണ്ണിങ് കഴിഞ്ഞേക്കാണ്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫുൾ ബോഡി എക്സസൈസ് ആണ്. അപ്പോൾ അത് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഫുൾ ബോഡി എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. നമ്മുടെ എല്ലാ പാർട്ട് മസിൽസിനും നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇഞ്ചുറി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതേ ഗൈസ്, അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റിൻ്റെ 10 സെറ്റ് സ്കിപ്പിംഗ് റോപ്പാണ് ചെയ്യാം. ഓക്കെ, ഇന്ന് നമ്മൾ സ്കിപ്പിംഗ് റോപ്പ് പകുതി ആയപ്പോൾ തന്നെ എത്ര വേർത്തിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. നോക്കിയോ, ഗൈസ്, ഇത് മൊത്തം നമ്മളെ വിയർപ്പാണ്. ഇത് വെള്ളമല്ല ഗൈസ്, വിയർക്കുന്നതാണ്. നമ്മളെ വിയർപ്പ് ഇതിനകത്ത് ഇങ്ങനെ കവറായി നിൽക്കുന്നത്, നമ്മളെ എയറൊന്നും പാകത്തുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വർക്കൗട്ട് എന്ന് വെച്ചാൽ വെയിറ്റ് ട്രെയിനിങ് ആണ്. നമ്മൾ ബൈസും ട്രൈസും ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ചെയ്യുന്ന വർക്കൗട്ട് എന്ന് വെച്ചാൽ ഡംബൽ കാർഡാണ് ബൈസിന് വേണ്ടിയിട്ടുള്ള. അപ്പം 15 നമ്പറിൻ്റെ 3 സെറ്റാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ വർക്കൗട്ട് എന്ന് വെച്ചാൽ ബൈസിന് വേണ്ടിയിട്ടുള്ള ഹാമർ കാർഡാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബൈസിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ബൈസ് ഒരുവിധം നല്ല രീതിയിൽ പമ്പായിട്ടുണ്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ട്രൈസിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഒരു ഡമ്പൽ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കയ്യിൽ 15 നമ്പർ വെച്ച് ചെയ്യണം. ട്രൈസിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞിപ്പം ട്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പമ്പായിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ തന്നെ ട്രൈസ് നല്ല രീതിയിൽ പമ്പായിട്ടുണ്ട്. കണ്ടോ. ഓക്കെ, നമ്മളിന്ന് പുഷപ്പ് ചെയ്യുന്നില്ല. നമ്മളിന്ന് ആപ്സിന് വേണ്ടിയിട്ടുള്ള ക്രഞ്ചസ് മാത്രമാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് വെയിറ്റ് ട്രെയിനിങ് കൊടുത്ത ബൈസിനും ട്രൈസിനുമാണ്. അതുകൊണ്ടാണ് നമ്മൾ പുഷപ്പ് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആപ്സിന് വേണ്ടിയിട്ടുള്ള ക്രഞ്ചസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു മഴയും പെയ്യുന്നത് നമ്മളെ ഡമ്പിലാണെങ്കിൽ അവിടെ കിടക്കുന്നത്. നമ്മളെപ്പോൾ വർക്കൗട്ട് ചെയ്താലും നമ്മൾ വർക്കൗട്ട് ചെയ്ത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ബോഡി നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് മസിൽസ് എല്ലാം നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് കൂൾ ഡൗൺ ആക്കണം. അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ മസിൽസ് ഇഞ്ചുറി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ 30 ഡേയ്സ് ചലഞ്ചിലെ ഡേ 4 അങ്ങനെ കംപ്ലീറ്റ് ആയേക്കുവാണ്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡ്രീമിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുക. നമ്മുടെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ നേടാൻ നോക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം നമ്മൾ രക്ഷപ്പെടും. ഓക്കെ, അപ്പോൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഗായ്സ്.